കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? 2-3 ദിവസമായിട്ടോ ഞാൻ വന്നിട്ട്. എന്തൊക്കെയുണ്ട്? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഇപ്പം ഞങ്ങളൊരു വെറൈറ്റി അച്ചാർ ഉണ്ടാക്കാൻ പോവാ കേട്ടോ. അതായത് മറ്റന്നാളേക്ക് ഞങ്ങൾക്കൊരു ഓർഡർ ഉണ്ട് കേട്ടോ. അത് ഇങ്ങനെ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു കേട്ടോ കസ്റ്റമർ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തരാൻ വയ്യാന്ന് പറയാൻ വയ്യില്ല. അപ്പം നമ്മൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു, നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഈന്തപ്പഴവും ചെറുനാരങ്ങയാണ് കേട്ടോ. അവർ പറഞ്ഞത് 1 കിലോനാണ്. അപ്പോൾ നമുക്ക് 1 കിലോ ഈന്തപ്പഴവും ചെറുനാരങ്ങ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വരും. നമ്മൾ ഗ്യാസ് കത്തിക്കുകയാണ് കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ കായം വറുത്ത എണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. കടുകിടാൻ പോവുകയാണ്. 2 സ്പൂണ് കടുക് കേട്ടോ. ഇപ്പോൾ കടുകൊക്കെ പൊട്ടിയേ. ഇനി നമ്മളിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി കേട്ടോ കുറേശ്ശെ ഇട്ടാൽ മതി കേട്ടോ. ഓർഡർ കൊടുത്തപ്പോൾ അവർ ഓർഡർ തന്നപ്പോൾ പറഞ്ഞിരുന്നേ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടാൽ മതി കേട്ടോ. അതുകൊണ്ടാണേ. നമുക്ക് വേണ്ടത് ഇടാം കേട്ടോ, ആവശ്യാർത്ഥം ഇടാം. ഇത് മൂക്കട്ടെ കേട്ടോ, ഒന്നുകൂടെ മൂത്ത് വരട്ടെ. നമുക്കിതിലേക്ക് പച്ചമുളകും കറിവേപ്പില ഇടുകയാണ് കേട്ടോ. അത് നല്ലോണം ചൂടായിട്ട് വരട്ടെ കേട്ടോ. ഇപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി ഇട്ടുകയാണേ. നമ്മൾ മഞ്ഞൾപ്പൊടി ആക്കി പൊടികളൊക്കെ ഇടുകയാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം, ഉലുവപ്പൊടി കുറേശ്ശെ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി ഞാൻ 2 സ്പൂൺ എടുത്തിട്ടുള്ളൂ. കായം 1.5 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്. ഇത് നല്ലോണം ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ പോകണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ലേശം സുർക്ക ഒഴിച്ചാൽ മതി കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതിയേ, കൂടുതൽ ഒഴിക്കണ്ട. സുർക്ക ഒന്ന് തിളച്ച് വന്നതിൻ്റെ ശേഷം നമ്മൾ ലേശം ഉപ്പിട്ടാൽ മതി കേട്ടോ. ഉപ്പിട്ടിട്ടോ നാരങ്ങ നമ്മൾ അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളത് എടുക്കുന്നതേ. ഇനി നമ്മളിതിലേക്ക് നാരങ്ങ ഇടാൻ പോവുകയാണേ. നാരങ്ങ ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് അത് നല്ലോണം മെൽറ്റായിട്ട് വരണം കേട്ടോ. നല്ലോണം അങ്ങോട്ട് കുഴഞ്ഞിട്ട് വരണേ. ഏകദേശം നമ്മളെ നാരങ്ങ ഇങ്ങനെ കുഴഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നല്ലോണം വാടണം കേട്ടോ. നല്ലോണം അങ്ങോട്ട് കുഴഞ്ഞ് വരണേ. അപ്പോൾ നമ്മൾ നാരങ്ങ ഉണ്ടല്ലേ നല്ല കുഴഞ്ഞ് വെള്ളമൊക്കെ വന്ന് ഒക്കെ ലെവലായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കറുത്ത ഇതാണ് ഇട്ടിടുന്നത്, ഈന്തപ്പഴമാണ് ഇടുന്നത്. കറുത്ത തന്നെ വേണം കേട്ടോ ഈന്തപ്പഴം. കറുത്ത ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് നമ്മൾ നല്ലോണം ചെറുതാക്കിയിട്ട് നാരങ്ങയ്ക്ക് ഇടുക കേട്ടോ. ഇനി ഇത് ഈ ചെറുനാരങ്ങയിൽ കൂടെ ഇത് ഈന്തപ്പഴം കിടന്നിട്ട് നല്ലോണം ഇങ്ങോട്ട് മെൽട്ടായിട്ട് വരണം കേട്ടോ. ഒന്നും കൂടി ആവണേ. ഇപ്പോൾ കണ്ടില്ല എങ്ങനെ മെൽട്ടായി വരുന്നുണ്ടോ. ഒന്നും കൂടി നല്ലോണം ആവണം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് പഞ്ചസാര കേട്ടോ. 2 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. പഞ്ചസാര നമുക്ക് ആവശ്യാർത്ഥം എടുക്കാം കേട്ടോ. പിന്നെ മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. ഞാനിവിടെ 1 കിലോ നാരങ്ങയ്ക്ക് 1/2 കിലോ ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടില്ലേ നല്ലോണം മെൽട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൂപ്പറല്ലേ നമ്മളെ ഈന്തപ്പഴം നാരങ്ങ അച്ചാർ? സൂപ്പറല്ലേ? ഇങ്ങനെ ഇങ്ങനെ കറുപ്പ് കളറ് വരണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യണം. ഇതല്ലേ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കമൻറ്റും വേണം കേട്ടോ. കമൻറ്റും ഇടണേ. എല്ലാവരും നോക്കിയിട്ട് കമൻറ്റും ഇടണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്, ടാറ്റ, ഗുഡ് നൈറ്റ്.
വീണ്ടും ഞങ്ങളൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. നാളെ പുതിയ ഐറ്റമായിട്ട് ഞങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുമല്ലോ അല്ലേ? അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, ബൈ.